വയനാട് തിരുനെല്ലി അപ്പാപ്പാറയിൽ യുവതി വെട്ടേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിയെയും കാണാതായ കുട്ടിയെയും കണ്ടെത്തി. പ്രവീണയെ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതി ദിലീഷാണ് പിടിയിലായത്. ദിലീഷിനൊപ്പമായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. ജോഷില ചേരുകയാണ്. ജോഷില, ദാരുണമായ സംഭവം. പക്ഷേ ഈ കുട്ടികൾ ഇയാളോടൊപ്പം എങ്ങനെയാണ് പോയത്? ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയതാണോ? മറ്റ് വിശദാംശങ്ങൾ? ചേകാടി വാകരയിൽ വാടകയ്ക്ക് താമസിക്കുന്ന എടയൂർക്കുന്ന് സ്വദേശി പ്രവീണയാണ് ഇന്നലെ രാത്രി വെട്ടേറ്റ് മരിച്ചത്. ഇവരുടെ ജീവിത പങ്കാളി ദിലീഷാണ് കുറ്റം നടത്തിയതെന്നാണ് പ്രാഥമിക നിഗമനം. അത് ഏകദേശം ശരിയുമാണ്. കാരണം ദിലീഷിനെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. അടുത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ദിലീഷിനെയും ഇളയ മകളെയും കണ്ടെത്തിയത്. ഇളയ മകൾ പറയുന്ന കാര്യം, പ്രാഥമികമായി അറിയുന്ന കാര്യം, അപ്പ ഞങ്ങളെയും കൂട്ടി ആ വീടിനുള്ളിലേക്ക് കയറാൻ പറഞ്ഞു എന്നൊക്കെയാണ്. ആ രീതിയിൽ അവരെ ഇളയ മകളെ കൊണ്ടുപോയതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം തന്നെ താൻ ബോധപൂർവ്വം കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല എന്നുള്ള രീതിയിൽ ആദ്യം പിടിച്ചുകൊണ്ടു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സമയത്ത് ദിലീഷ് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ കുടുംബ വഴക്കാണ് കാരണം, താൻ എന്റെ കുടുംബം വിട്ട് ഞാൻ വന്നു, എന്നാൽ അവർ കുട്ടിയെ കൊണ്ട് പോകാൻ നോക്കി എന്നൊക്കെയാണ് തൽക്കാലം അവർ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടിയിരിക്കുന്നു. എന്തായാലും മൂത്ത കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാണ്. മൂത്ത കുട്ടി ഇപ്പോൾ വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിക്ക് വെട്ടേറ്റിട്ടുണ്ട്. ഒരുപക്ഷെ ഈ കുറ്റം നിർവഹിക്കുന്ന സമയത്ത്, പ്രവീണയെ കൊല്ലുന്ന സമയത്ത്, വെട്ടുന്ന സമയത്ത് ഉണ്ടായ അപകടവുമായേക്കാം. ഇളയ കുട്ടിയെയും കൊണ്ടാണ് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ഇന്നലെ രാത്രി മുഴുവൻ ഈ ആളൊഴിഞ്ഞ വീട്ടിലായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അവിടെ നിന്നും പോലീസ് കണ്ടെത്തുകയായിരുന്നു. തിരച്ചിലിനൊടുവിലാണ് പോലീസിനെ കണ്ടെത്താനായത്. ഇന്നലെ കനത്ത മഴയായതിനാൽ ഈ പ്രദേശത്താകെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എന്തായാലും ഒളിച്ചിരുന്നത് ആളൊഴിഞ്ഞ വീട്ടിലായിരുന്നു. ഇപ്പോൾ പ്രതിയെ കണ്ടെത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ജോഷില, ഈ കുട്ടികൾ ഇത് ഇയാളുടെ കുട്ടികൾ തന്നെയാണോ, അതോ ഈ പ്രവീണയുടെ ആദ്യ വിവാഹത്തിലെ കുട്ടികളാണോ? എന്താണ് അതിനെ സംബന്ധിച്ചുള്ള വ്യക്തത? ആദ്യ വിവാഹത്തിലെ കുട്ടികളാണ്. ഭർത്താവ് സുധീഷുമായി അകന്നു കഴിയുകയായിരുന്നു പ്രവീണ. കുറച്ച് കാലമായി മാത്രമാണ് ദിലീഷിനൊപ്പം താമസിച്ചത്. ഈ കുട്ടികൾക്ക് 14, 9 വയസ്സുള്ള കുട്ടികളാണ്. 2 പെൺകുട്ടികളാണ്. ഇവരുമായി ചില കുടുംബ വഴക്കുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്തായി കുടുംബ വഴക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്, ഈ അടുത്ത ദിവസങ്ങളിലായി കുടുംബ വഴക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് ദിലീഷ് അറസ്റ്റ് ചെയ്ത് കണ്ടെത്തിയിട്ട് പോലീസ് പിടിച്ചുകൊണ്ടുവരുന്ന സമയത്ത് ദിലീഷ് പറഞ്ഞുകൊണ്ടിരുന്നത്. കൊല്ലാൻ വേണ്ടി ചെയ്തതല്ല, വഴക്കിനെ തുടർന്ന് ചെയ്തതാണ്. ഇവൾ കുട്ടിയുമായി പോവാൻ ശ്രമിക്കുകയായിരുന്നു. കുട്ടിയെ താൻ എല്ലാം ഉപേക്ഷിച്ച് വന്നതാണ്. അപ്പോൾ കുട്ടിയുമായി പോവാൻ ശ്രമിച്ചത് കൊണ്ടാണ്, അതാണ് വഴക്കിലേക്ക് എത്തിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്നുള്ള രൂപത്തിലാണ് അയാൾ പോലീസ് കൊണ്ടുപോകുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഇവർക്കിടയിൽ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഒരുപക്ഷെ 2 ദിവസത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പോലീസ് പുറത്തുവിടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷമി, മാനന്തവാടിയിൽ ജീവിത പങ്കാളിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിലായിരിക്കുന്നു. ഒപ്പം 2 കുട്ടികളെ കാണാതായിരുന്നു. അവരെയും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു. ജോഷിലയാണ് വിശദാംശങ്ങൾ നൽകിയത്.